പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 049424233916. കോവിഡ് അടച്ചിടൽ നയത്തിൽ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമായിരിക്കെ 5650 കോടി രൂപയുടെ പുനരുജ്ജീവന പാക്കേജ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. വ്യാപാരികളുടെ 200 കോടി രൂപയുടെ വായ്പകൾക്ക് പലിശ ഇളവ്, കെട്ടിട നികുതി, വാടക ഒഴിവാക്കൽ എന്നിവ പാക്കേജിൽ ഉൾപ്പെടുന്നു. കോവിഡ് അടച്ചിടൽ നയത്തിൽ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് 5650 കോടി രൂപയുടെ പുനരുജ്ജീവന പാക്കേജ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. വ്യാപാരികളുടെ 200 കോടി രൂപയുടെ വായ്പകൾക്ക് പലിശ ഇളവ്, കെട്ടിട നികുതി, വാടക ഒഴിവാക്കൽ എന്നിവ പാക്കേജിൽ ഉൾപ്പെടുന്നു. ചെറുകിട വ്യാപാരികൾ, വ്യവസായികൾ, കൃഷിക്കാർ എന്നീ വിഭാഗങ്ങൾക്കായി ധനമന്ത്രി സഹായ പാക്കേജ് പ്രഖ്യാപിച്ചത്. വായ്പയും ബാധ്യതയും ചേർത്ത് 5650 കോടി രൂപ വരും. നിയമസഭയിൽ ചട്ടം 300 പ്രകാരമായിരുന്നു പ്രഖ്യാപനം. വ്യാപാരികൾ ഓഗസ്റ്റ് 1 മുതൽ എടുക്കുന്ന 2 ലക്ഷം വരെയുള്ള വായ്പകളുടെ 4% വരെ പലിശ സർക്കാർ വഹിക്കും. ആകെ 200 കോടി രൂപയുടെ വായ്പകൾക്കാണ് പലിശ ഇളവ് നൽകുന്നത്. കോവിഡ് രണ്ടാം തരംഗത്തെ തുടർന്ന് അനിവാര്യമായി കൈക്കൊള്ളേണ്ടി വന്ന ലോക്ക്ഡൌണും മറ്റ് നടപടികളും സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയെ ബാധിച്ചിട്ടുണ്ട്. ചെറുകിട വ്യാപാരികൾ, ചെറുകിട വ്യവസായികൾ തുടങ്ങിയവർ പ്രത്യേകിച്ച് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ഘട്ടം ഘട്ടമായി ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കോവിഡ് വ്യാപന നിരക്ക് വിലയിരുത്തി ലഘൂകരിക്കുന്നുണ്ടെങ്കിലും ചെറുകിടക്കാർക്ക് സാമ്പത്തിക ആശ്വാസ നടപടികൾ എത്തിക്കേണ്ടതുണ്ടെന്ന് സംസ്ഥാന സർക്കാർ കരുതുന്നു. കോവിഡ് വ്യാപനത്തിൻ്റെ 2 ഘട്ടങ്ങളിലും സമാശ്വാസ പാക്കേജുകൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുകയും വായ്പകൾക്ക് പലിശ ഇളവ് നൽകുകയും ചെയ്യുന്ന നടപടികൾ ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിരുന്നു. കോവിഡ് രണ്ടാം തരംഗത്തിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്ന ചെറുകിട വ്യാപാരികൾ, വ്യവസായികൾ, കൃഷിക്കാർ എന്നിവരുൾപ്പെടെയുള്ളവർക്ക് സഹായകരമായ അനുബന്ധ പാക്കേജ് പ്രഖ്യാപിക്കുകയാണ്. സർ, ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന ധനകാര്യ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, വാണിജ്യ ബാങ്കുകൾ എന്നിവയിൽ നിന്നും എടുക്കുന്ന 2 ലക്ഷമോ അതിൽ താഴെയുള്ള വായ്പകളുടെ പലിശയുടെ 4% വരെ സംസ്ഥാന സർക്കാർ 6 മാസത്തേക്ക് വഹിക്കുന്നതാണ്. ആകെ 2000 കോടി രൂപ വലിപ്പമുള്ള വായ്പാ പദ്ധതിക്കുള്ള പലിശ ഇളവാണിത്. 1 ലക്ഷം പേർക്ക് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകണമെന്ന് ലക്ഷ്യമിടുന്നു. ഓഗസ്റ്റ് 1 മുതൽ എടുക്കുന്ന ഈ വായ്പകൾക്ക് ഈ പലിശ ഇളവ് ബാധകമാക്കാവുന്നതാണ്. 6 മാസത്തേക്കുള്ള സഹായത്തിന്റെ പ്രയോജനം 1 ലക്ഷം പേർക്കും ലഭിക്കും. സർക്കാർ സ്ഥാപനങ്ങളുടെ കടമുറികൾക്ക് ജൂലൈ മുതൽ ഡിസംബർ 31 വരെ വാടകയ്ക്കും ഇലക്ട്രിസിറ്റി ഫിക്സഡ് ചാർജും ഒഴിവാക്കി. സർക്കാർ വാടകയ്ക്ക് നൽകിയ കടമുറികളുടെ വാടക ജൂലൈ മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിലേക്ക് ഒഴിവാക്കുകയാണ്. ചെറുകിട വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് MSME കെട്ടിട നികുതി ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലേക്ക് ഒഴിവാക്കുകയാണ്. ഈ സ്ഥാപനങ്ങൾക്ക് ഈ കാലയളവിൽ ഇലക്ട്രിസിറ്റി ഫിക്സഡ് ചാർജും സർക്കാർ വാടകയും ഒഴിവാക്കുന്നതാണ്. 274 കോടി രൂപയാണ് സർക്കാരിന് ഇതുണ്ടാക്കുന്ന ബാധ്യത. കെട്ടിട നികുതിയും ഒഴിവാക്കി. മുടങ്ങിക്കിടക്കുന്ന KSFE വായ്പകൾക്ക് പലിശ സെപ്റ്റംബർ 30 വരെ ഒഴിവാക്കാനാണ് മറ്റൊരു സഹായം. കോവിഡ് കാരണം സാമ്പത്തിക പ്രതിസന്ധിയിലായവർക്ക് ആശ്വാസം നൽകുന്നതിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. 20/1/2021 മുതൽ ഡിഫാൾട്ടായ KSFE നൽകിയ എല്ലാ ലോണുകളുടെയും പിഴപ്പലിശ സെപ്റ്റംബർ 30 വരെ ഒഴിവാക്കി നൽകും. ചിട്ടിയുടെ കുടിശ്ശികക്കാർക്ക് കാലാവധി അനുസരിച്ച് സെപ്റ്റംബർ 30 വരെയുള്ള 50 മുതൽ 100% വരെ പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി നൽകും. 20/1/2021 മുതൽ ഡിഫാൾട്ടായ ചിട്ടി പിടിക്കാത്ത ചിറ്റാളന്മാർക്ക് പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി നൽകും. 30/9/2021 വരെ ചിട്ടി പിടിച്ച ചിറ്റാളന്മാർക്ക് ഡിവിഡൻഡ് നഷ്ടപ്പെടില്ല. കോവിഡ് ബാധിച്ച കുടുംബങ്ങൾക്ക് നൽകുന്ന 5% പലിശ നിരക്കിൽ 1 ലക്ഷം രൂപ വരെ നൽകുന്ന ലോണിന്റെ കാലാവധിയും 30/9/2021 വരെ നീട്ടുന്നു. കോവിഡ് പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി ചെലവിന്റെ 90% വായ്പയായി നൽകും. ഇതിനായി 100 കോടി KFC മുഖേന പുനരുജ്ജീവനത്തിനായി 3 പദ്ധതിയും പ്രഖ്യാപിച്ചു. കോവിഡ് രോഗവ്യാപനം തടയാനും രോഗികൾക്ക് ആശ്വാസം നൽകുവാനും സഹായിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉദാര വ്യവസ്ഥയിൽ പദ്ധതി ചെലവിന്റെ 90% വരെ വായ്പ നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആരോഗ്യപരിപാലന രംഗത്ത് കോവിഡ് പ്രതിരോധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകൾക്കും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. വ്യാപാര മേഖലയിലെ നിയന്ത്രണങ്ങൾ മാറ്റുന്നതിലുള്ള നിസ്സഹായാവസ്ഥ പ്രകടിപ്പിച്ച് ധനമന്ത്രി പാക്കേജ് കൊണ്ട് പ്രശ്നങ്ങൾ തീർന്നില്ലെന്ന് സമ്മതിച്ചു. KFC വായ്പകൾക്ക് മാർച്ച് 31 വരെ തിരിച്ചടവ് കൃത്യമായില്ലെങ്കിൽ 1 വർഷം മൊറട്ടോറിയം ലഭിക്കും. നിഷ്ക്രിയമാകുന്ന 3000 വായ്പ KFC പുനഃക്രമീകരിക്കും. 200% അധിക വായ്പയെടുക്കാൻ 450 കോടി രൂപ വകയിരുത്തി. ചെറുകിട വ്യവസായം, ആരോഗ്യം, ടൂറിസം മേഖലയിലെ KFC വായ്പകളുടെ പലിശ നിരക്ക് വെട്ടിക്കുറച്ചു. 1.5% വരെ ഇളവ് ലഭിക്കും.